Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Rasulil Ameen. Wa ala alihi wa sahbihi ajma'een. Amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق أولم يكف بربك أنه على كل شيء شهيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സമാധാനവും കാരുണ്യവും അനുഗ്രഹവും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഓരോരുത്തരുടെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു തന്നിട്ടുള്ള മോഡേൺ സയന്റിഫിക് ഫാക്റ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു ഓഡിയോ സീരീസിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 8 സെക്ഷൻസ് ഉള്ള ഒരു ഓഡിയോ സീരീസാണ് ഇത്. അതിൽ ഒരു സെക്ഷൻ മാത്രമാണ്. ഓക്കെ, 8 സെക്ഷൻസ് മുഴുവൻ അതിൻ്റെ ഓർഡറിൽ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെയുള്ള ഡോക്ടർ IDS എഴുതിയിട്ടുള്ളതിൽ ഒന്ന് ടച്ച് ചെയ്താൽ ചാനലിലോട്ട് പോകാവുന്നതാണ്. ആ ചാനലിൽ 8 സെക്ഷൻസും അതിൻ്റെ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അൽ ഫുസ്വില അധ്യായം 41 53-ാമത്തെ ആയത്ത്. തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ്. സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി, നാനാഭാഗങ്ങളിൽ നിന്നും നാം അവർക്ക് നമ്മുടെ തെളിവുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. വഫി അംഫുസിഹിം, അവരുടെ ശരീരങ്ങളിൽ നിന്നും കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ യതബയ്യന ലഹും, എത്രത്തോളം എന്ന് വെച്ചാൽ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ബോധ്യപ്പെടും. അന്നഹുൽ ഹഖ്, ഇത് തന്നെയാണ് സത്യം. അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവ് എല്ലാ ഓരോ കാര്യങ്ങൾക്കും സാക്ഷിയാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലേ? ഇതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. എല്ലാ സൈഡിൽ നിന്നും നമ്മുടെ ശരീരങ്ങളിൽ നിന്നും അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഹോമോസാപ്പിയൻ എന്നുള്ള ടീമിൽപ്പെട്ട എല്ലാ ഓരോരുത്തർക്കും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ബോധ്യപ്പെടും. അത് പുറത്ത് കാണിച്ചില്ലെങ്കിൽ ശരി, ഏത് യുക്തിവാദിയാണേലും ഏത് നിരീശ്വരവാദിയാണേലും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ബോധ്യപ്പെടും ഇത് തന്നെയാണ് സത്യം. അപ്പൊ അള്ളാഹു അങ്ങനെ കാണിച്ചിരുന്ന ദൃഷ്ടാന്തങ്ങളില് ഒരു കൂട്ടം ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള മോഡേൺ സയന്റിഫിക് ഫാക്റ്റുകൾ, അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ ഈ ഓഡിയോ സീരീസിലായിട്ട് പഠിക്കാൻ പോകുന്നത്. പണ്ട് കാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നു നമ്മുടെ ഈ ചന്ദ്രന്റെ വെളിച്ചം ചന്ദ്രൻ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചമാണെന്ന്. അല്ലെ, നമ്മുടെ ചന്ദ്രന്റെ പ്രകാശം ചന്ദ്രനിൽ തന്നെ ഉണ്ടാവുന്ന പ്രകാശമാണ് എന്നാണ് പണ്ടത്തെ ആളുകൾ വിചാരിച്ചിരുന്നത്. നമുക്ക് ഇന്നറിയാം അല്ലെ, ചന്ദ്രന്റെ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. അതായത് സൂര്യന്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്ന ലൈറ്റ് ആണ് ചന്ദ്രൻ്റെത്. ചന്ദ്രന് സ്വന്തമായിട്ട് വെളിച്ചം ഇല്ല. ഇതൊന്നും മോഡേൺ സയൻസ് പറയുന്നുണ്ട്. ചന്ദ്രന് സ്വന്തമായിട്ട് വെളിച്ചല്ല അല്ലെ. ലൈറ്റ് ഓഫ് ദ മൂൺ ഈസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി ലിയോണാർഡോ ഡാവിഞ്ചിയാണ്. ലിയോണാർഡോ ഡാവിഞ്ചി 16-ാം നൂറ്റാണ്ടിൽ 16th സെഞ്ചുറിയിൽ. അതിനു മുമ്പ് ആൾക്കാരുടെ വിചാരം ചന്ദ്രനും സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ടാക്കുന്നു എന്നായിരുന്നു. നമ്മൾ വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കുക അല്ലെ. അൽ ഫുർഖാൻ അധ്യായം 25 61-ാമത്തെ ആയത്ത്. അൽ യൂനുസ് അധ്യായം 10 5-ാമത്തെ ആയത്ത്. അൻ നൂഹ് അധ്യായം 71 15 16 ആയത്തുകൾ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സൂര്യനെ ഷംസ് എന്നാണ് വിളിക്കുന്നത്. ഷംസ്, സൂര്യൻ നൽകുന്ന വെളിച്ചത്തിനെ അള്ളാഹു വർണ്ണിക്കുന്ന അറബി വാക്കുകൾ കാണുക. സിറാജ്, വഹാജ്, ദിയ അല്ലെ. സിറാജ്, വഹാജ്, ദിയ എന്നാണ് അള്ളാഹു സൂര്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിനെ വർണ്ണിക്കുന്ന വാക്കുകൾ. ഇതിന്റെ അർത്ഥം എന്താണ്? സിറാജ് എന്ന് പറഞ്ഞാൽ ടോർച്ച് എന്നാണ് അർത്ഥം, ടോർച്ച്. വഹാജ് എന്ന് പറഞ്ഞാൽ ലാമ്പ്. അപ്പോ സൂര്യനെ അള്ളാഹു ഷംസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഷംസ് ഉണ്ടാക്കുന്ന ലൈറ്റ് സിറാജ്, വഹാജ് അഥവാ ടോർച്ച്, ബൾബ്, ലാമ്പ്, അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു ഈ സ്ഥലങ്ങളിലൊക്കെ ചന്ദ്രനെ വിളിക്കുന്ന പേര് കമർ എന്നാണ്. കമർ. ഈ കമർ ഉണ്ടാക്കുന്ന ലൈറ്റിനെ, കമർന്ന് വരുന്ന ലൈറ്റിനെ അള്ളാഹു ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകൾ നോക്കുക. മുനീർ, നൂർ എന്നാണ് അള്ളാഹു പറയുന്നത്. മുനീർ എന്ന് പറഞ്ഞാൽ ബോറോഡ് ലൈറ്റ് ആണ് അർത്ഥം. കടം വാങ്ങിയ വെളിച്ചം അല്ലെ. നൂർ എന്നുള്ള വാക്കിന്റെ അർത്ഥം
റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ പ്രതിഫലിക്കുന്ന പ്രകാശം എന്നർത്ഥം. പ്രതിഫലിക്കുന്ന പ്രകാശം. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ, സൂര്യന്റെ വെളിച്ചം എന്താണ്? സിറാജ് അല്ലെങ്കിൽ വഹാജ് എന്ന് വെച്ചാൽ സൂര്യനിൽ തന്നെ ഉണ്ടാവുന്നില്ലേ, ടോർച്ചിന്റെ അകത്ത് ലൈറ്റ് ഉണ്ടാവുന്ന അതിന്റെ അകത്തുള്ള ബൾബ് തന്നെയല്ലേ. അപ്പൊ സൂര്യനിൽ തന്നെ ഉണ്ടാവുന്ന വെളിച്ചമാണ്. പക്ഷെ ചന്ദ്രനോ അത് മുനീറാണ് അല്ലെങ്കിൽ നൂറാണ്, എന്ന് വെച്ചാൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് അല്ലെ. 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഡാവിഞ്ചി ഒബ്സർവ് ചെയ്ത പറഞ്ഞ കാര്യം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഡാവിഞ്ചി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ മതിയായിരുന്നു. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂര്യനെയും ചന്ദ്രനെയും പറ്റി മാത്രമല്ല നക്ഷത്രങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അള്ളാഹു തആല പറയുന്നു, അത്താരിഖ് അധ്യായം 86 3-ാമത്തെ ആയത്ത്, അൻ നജ്മു സാഖിബ്. നജ്ം എന്ന് പറഞ്ഞാൽ നക്ഷത്രം, സാഖിബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നക്ഷത്രത്തിന്റെ അഥവാ സ്റ്റാറിന്റെ പ്രകാശത്തിനെ ഡിഫൈൻ ചെയ്യുന്ന വാക്കാണ്. സാഖിബ് എന്ന് പറഞ്ഞാല് അല്ലെ, അത് നമ്മുടെ സിറാജ് അല്ലെങ്കിൽ വഹാജ് ആ വാക്കുമല്ല, മുനീർ അല്ലെങ്കിൽ നൂർ ആ വാക്കുമല്ല. സാഖിബ് എന്നുള്ള വാക്കിന്റെ എക്സാക്ട് മീനിങ് തുളച്ചു വരുന്ന പ്രകാശം എന്നാണ്. പിയേഴ്സിങ് ബ്രൈറ്റ്നസ്, തുളച്ചു വരുന്ന പ്രകാശം. എന്താ അങ്ങനെ പറയാൻ കാരണം അല്ലെ? ഇന്ന് നമ്മളോട് മോഡേൺ സയൻസ് പറയുന്നു അല്ലെ, ഈ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. അപ്പൊ സൂര്യൻ ഭൂമിയോട് വളരെ അടുത്താണ്. വളരെ അടുത്ത് വെച്ചാൽ അതിന്റെ ഇഷ്ടംപോലെ കിലോമീറ്റേഴ്സ് ഉണ്ട്, പക്ഷെ ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ അടുത്താണ്. മറ്റ് നക്ഷത്രങ്ങൾ അല്ലെ പ്രകാശവർഷങ്ങൾ അകലെയാണ്. പ്രകാശവർഷങ്ങൾ, ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാല് നമ്മുടെ ലൈറ്റ് അഥവാ പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ്. നമുക്കറിയാം ലൈറ്റിന്റെ സ്പീഡ് എത്രയാണെന്ന്. 3 ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡില് ലൈറ്റ് സഞ്ചരിക്കുക. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡില്. അപ്പൊ ഒരു വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ആയിരിക്കും? അപ്പൊ അതാണ് ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ, അത്ര ദൂരമാണ്. ഒരു വർഷം കൊണ്ട് അല്ലെ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം. അപ്പോ 100ഉം 1000ഉം പ്രകാശവർഷങ്ങൾ ദൂരെയാണ് മറ്റ് നക്ഷത്രങ്ങൾ. അപ്പൊ ഇത്രയും ദൂരെ ആകുമ്പോൾ ആ നക്ഷത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെളിച്ചമുണ്ടല്ലോ, അത് ആക്ച്വലി നമ്മളിപ്പോ ഇന്ന് രാത്രി ആകാശത്തോട് നോക്കിയാൽ കാണുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാല്, ആ കാണുന്ന വെളിച്ചം എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാല് അങ്ങനെ പൊട്ടുപോലെ കാണുന്ന, അത് ആക്ച്വലി ഇപ്പൊ ഉണ്ടായ വെളിച്ചമല്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് ആ നക്ഷത്രത്തിൽ നിന്ന് വന്ന വെളിച്ചമായിരിക്കും. പക്ഷെ അത് ആയിരക്കണക്കിന് ലൈറ്റ് ഇയേഴ്സ് ദൂരെ ആയതുകൊണ്ട് ലൈറ്റ് അത്രയും വർഷങ്ങൾ എടുത്താണ് നമ്മുടെ കണ്ണിലോട്ട് എത്തുന്നത്. ചിലപ്പോ ഇന്ന് രാത്രി നമ്മൾ നോക്കിയാല് നമ്മൾ ചിലപ്പോൾ നക്ഷത്രം കാണും. കാരണം ലൈറ്റ് ഇപ്പോഴേ ഇവിടെ എത്തിയിട്ടുള്ളൂ. നക്ഷത്രത്തിൽ നിന്ന് ലൈറ്റ് ഒരുപാട് വർഷങ്ങൾക്കും പുറപ്പെട്ടതാണ്, പക്ഷെ ഇപ്പോഴേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ചിലപ്പോ ഇപ്പൊ ആ നക്ഷത്രം അവിടെ ഉണ്ടോ എന്ന് തന്നെ പഠിച്ചവനെ അറിയുള്ളൂ. നമ്മള് ആകാശത്തോട്ട് നോക്കിയാൽ കാണുന്നത് പാസ്റ്റ് ആണ്, ഭൂതകാലാണ്, പാസ്റ്റാണ് നമ്മൾ കാണുന്നത് ആകാശത്ത്. അപ്പൊ ആക്ച്വലി നക്ഷത്രത്തിന്റെ വെളിച്ചം നമ്മൾ കാണുന്നത് ഇപ്പൊ നക്ഷത്രത്തിൽ ഉണ്ടായ വെളിച്ചമല്ല, കാലങ്ങൾക്കും ഉണ്ടായ വെളിച്ചമാണ്. അപ്പൊ ആ വെളിച്ചം മാത്രമാണ് വരുന്നത് അവിടെ. വെളിച്ചം എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ മോഡേൺ സയൻസ് പറയുന്നു, നമ്മുടെ ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ അല്ലെ, നമ്മുടെ ഈ സ്പേസിലുള്ള സെലസ്റ്റിയൽ മാറ്റർ, ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഇടയിലുള്ള ചില സാധനങ്ങൾ, അതിലൂടെ ഈ ലൈറ്റ് വന്ന് അല്ലെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയാണ്. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ സൂര്യന്റെ അത്ര പ്രകാശം കാണാത്തത് നക്ഷത്രങ്ങൾക്ക്. ഒരുപാട് ദൂരെയാണ്, അത് ഒരുപാട് ദൂരം താണ്ടി വരുന്നതുകൊണ്ട് അതിന് ഇന്റൻസിറ്റി കുറഞ്ഞു വരികയാണ്. എന്നിട്ടും അത് അപ്പൊ ഈ സെലസ്റ്റിയൽ മാറ്ററിലൂടെ തുളച്ച് വരുന്ന പോലെയാണ് ഈ നക്ഷത്രത്തിനെ വിളിച്ച് നമ്മുടെ കണ്ണുകളിലോട്ട് എത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ പിയേഴ്സിങ് ബ്രൈറ്റ്നസ് എന്ന് വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച്, തുളച്ച് വരുന്ന പ്രകാശം, അൻ-നജ്മു സാഖിബ്. അപ്പൊ വിശുദ്ധ ഖുർആൻ അഭിപ്രായത്തില് അല്ലെ സൂര്യന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ സിറാജാണ്, എന്നുവെച്ചാൽ സൂര്യനിൽ ഉണ്ടായി നമ്മുടെ കണ്ണിലെത്തുന്ന വെളിച്ചമാണ്. ചന്ദ്രന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ നൂറാണ്, എന്ന് വെച്ചാൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്, പ്രതിഫലിക്കുന്ന പ്രകാശമാണ്. നക്ഷത്രത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ സാഖിബാണ്, എന്ന് വെച്ചാൽ തുളച്ചു വരുന്ന പ്രകാശമാണ്. അതായത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ട് അപ്പൊ തന്നെ പുറപ്പെട്ട് ഇവിടെ എത്തല് ഇപ്പോഴാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. തുളച്ചു കയറി പിയേഴ്സിങ് ബ്രൈറ്റ്നസ്, തുളച്ചു വരുന്ന പ്രകാശം. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ പറഞ്ഞിട്ടുണ്ട്, 16-ാം നൂറ്റാണ്ട് വരെ, 16th സെഞ്ചുറി വരെ ആളുകൾ വിചാരിച്ചിരുന്നത് നമ്മുടെ
സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ ഭൂമി ആയിരുന്നു എന്നായിരുന്നു. 100-200 BC വർഷങ്ങളിൽ, അല്ലെ, ബിഫോർ ക്രൈസ്റ്റ്, നമ്മുടെ അരിസ്റ്റോട്ടിൽ, ടോളമി ഇവരൊക്കെ വിചാരിച്ചത് തന്നെയായിരുന്നു. അതായത് സൗരയുധത്തിന്റെ സെന്റർ ഭൂമിയാണ്. ബാക്കിയുള്ള സാധനങ്ങൾ, ബാക്കിയുള്ള ഗ്രഹങ്ങളും സൂര്യൻ, ചന്ദ്രൻ എന്നൊക്കെ ഭൂമിയുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിരുന്നു നമ്മുടെ ടോളമി, അരിസ്റ്റോട്ടിലൊക്കെ വിചാരിച്ചിരുന്നത്. ഇതേ വിശ്വാസം തന്നെയായിരുന്നു 16-ാം നൂറ്റാണ്ട് വരെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ 16-ാം നൂറ്റാണ്ടില്, കൃത്യമായി പറഞ്ഞ 1514 1514 നിക്കോളാസ് കോപ്പർനിക്കസ്, ഈ കോപ്പർനിക്കസ് ആണ് നമ്മുടെ ഒരു ഹീലിയോസെൻട്രിക് മോഡൽ, നമ്മുടെ സൗരയുധത്തിന് ഒരു ഹീലിയോസെൻട്രിക് മോഡൽ പ്രപ്പോസ് ചെയ്ത്. അതായത് ഭൂമി അല്ല സെന്ററിൽ കിടക്കുന്നത് സൂര്യനാണ്. സൂര്യന്റെ ചുറ്റും നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിക്കോളാസ് കോപ്പർനിക്കസ് പറഞ്ഞത്. അപ്പൊ 16-ാം നൂറ്റാണ്ട് വരെ വിശ്വസിച്ചിരുന്നത് ജിയോസെൻട്രിക് മോഡലായിരുന്നു. ജിയോസെൻട്രിക് മോഡൽ ഒരു സെന്ററിൽ ഭൂമിയാണ്, അതിന്റെ ചുറ്റും ബാക്കിയുള്ള സാധനങ്ങൾ കറങ്ങുന്നു. 1514 നിക്കോളാസ് കോപ്പർനിക്കസ് പറഞ്ഞു ഹീലിയോസെൻട്രിക് മോഡൽ, അഥവാ സൗരയൂഥത്തിന്റെ സെന്റർ സൂര്യനാണ്, അതിന്റെ ചുറ്റും മറ്റ് സാധനങ്ങൾ ഭൂമി ഉൾപ്പെടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കോപ്പർനിക്കസ് പറഞ്ഞത് സൂര്യന്റെ ചുറ്റും സർക്കിള്, പെർഫെക്റ്റ് വട്ടങ്ങളിലാണ് നമ്മുടെ ഈ പ്ലാനറ്റ്സ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നായിരുന്നു. എന്നാൽ കുറച്ച് ആളുകൾക്ക് ശേഷം നമ്മുടെ ജോഹാനസ് കെപ്ലർ എന്ന് പറഞ്ഞൊരു ജർമ്മൻ ഫിസിസിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു അത് സർക്കിൾ അല്ല, എന്ന് വെച്ചാൽ വട്ടം ഓർബിറ്റ് അല്ല, മറിച്ച് എന്താ പറയുക, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. നമ്മുടെ ഓവൽ ഷേപ്ഡ് ഓർബിറ്റ് ആണ്, പെർഫെക്റ്റ് വട്ടമല്ല. അതേസമയം തന്നെ ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഗലീലിയോ വരെ ഇതിനെ സപ്പോർട്ട് ചെയ്തു, ഈ ഹീലിയോസെൻട്രിക് മോഡലിനെയും എലിപ്റ്റിക്കൽ ഓർബിറ്റിനെയും. 1609 1609 ആ വർഷത്തിൽ നമ്മുടെ ജോഹാനസ് കെപ്ലർ ഒരു ബുക്ക് എഴുതി, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ആ ബുക്കിന്റെ പേര് ആസ്ട്രോണോമിയ നോവ എന്നായിരുന്നു. ആസ്ട്രോണോമിയ നോവ. ആ പുസ്തകത്തില് നമ്മുടെ കെപ്ലർ ഈ ഹീലിയോസെൻട്രിക് മോഡൽ, അഥവാ സൂര്യൻ സെന്ററിൽ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഭൂമി ഉൾപ്പെടെ അതിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ആ ഒരു കൺസെപ്റ്റിന് പുറമെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും കറങ്ങുക മാത്രമല്ല, ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സ്വയം ഇങ്ങനെ കടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതായത് സൂര്യന്റെ ചുറ്റും കറങ്ങുന്നതിന് റവല്യൂഷൻ എന്നാണ് പറയാ. റവല്യൂഷൻ. ഭൂമി സ്വയം ആ നിൽക്കുന്ന നിപ്പിൽ ഇങ്ങനെ തിരിയുന്നതിന് അതിന് റൊട്ടേഷൻ എന്നാണ് പറയാ. അപ്പൊ ഈ റൊട്ടേഷന്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങള് സൂര്യന്റെ ചുറ്റും കറങ്ങുന്നതിന് പുറമെ അതോടൊപ്പം തന്നെ നിൽക്കുന്ന നിപ്പിൽ ഇങ്ങനെ കടന്ന് തിരിയുന്നുണ്ട്. റവല്യൂഷനും റൊട്ടേഷനും. അത് അദ്ദേഹത്തിന്റെ ബുക്കിൽ പറഞ്ഞു. പക്ഷെ ആ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റൊട്ടേഷൻ എന്നുള്ള കാര്യം സൂര്യന് ബാധകമല്ല. എന്ന് വെച്ചാൽ സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിന്റെ സെന്ററിൽ ഇങ്ങനെ ഫിക്സ് ആയി കിടക്കുകയാണ്, അനങ്ങാതെ കിടക്കുകയാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, ഗ്രഹങ്ങൾ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഉരുളുന്നുണ്ട്, തിരിയുന്നുണ്ട്. പക്ഷെ സൂര്യൻ അവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. സൂര്യൻ റൊട്ടേഷൻ പോലും ഇല്ല എന്നാണ് നമ്മുടെ കെപ്ലർ വിചാരിച്ചിരുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആൻ നോക്കുക. അള്ളാഹു തആല പറയുന്നുണ്ട്, അൽ അംബിയ അധ്യായം 21-33 ആയത്ത്, വഹുവല്ലസീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ കുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ. അല്ലെ, രാവ്, പകല്, സൂര്യൻ, ചന്ദ്രൻ, ഇതിനെയൊക്കെ പടച്ചുണ്ടാക്കിയത് അള്ളാഹുവാണ്. ആ എല്ലാ ഓരോ സാധനങ്ങളും, അഥവാ ഈ സൂര്യനും ചന്ദ്രനും സാധനങ്ങളൊക്കെ അവര് യസ്ബഹൂൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം, അല്ലെ, ഈ യസ്ബഹൂൻ എന്നുള്ള വാക്ക് അള്ളാഹു വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയണ ആയത്താണ്. അള്ളാഹു തആല സൂറത്തു യാസീൻ അധ്യായം 36-40 ആയത്ത്, ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ. അള്ളാഹു തആല പറയുന്നത് സൂര്യനും ചന്ദ്രനും പ്ലാനറ്റ്സും ഒക്കെ യസ്ബഹൂൻ ആണ് എന്നാണ്. നമ്മൾ ഈ യസ്ബഹൂൻ എന്നുള്ള വാക്കിന് അത് ഒരു ജനറൽ ടേം ആണ്, അല്ലെ. നമ്മുടെ ഈ തറയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഞാനിപ്പോ തറയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ യസ്ബഹൂൻ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അവിടെ കിടന്ന് ഉരുളുക എന്നല്ല, മറിച്ച് അയാൾ നടക്കുക അല്ലെങ്കിൽ ഓടുക, അതാണ് അതിന്റെ അർത്ഥം.
വെള്ളത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ യസ്ബഹൂനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഒലിച്ചു പോവാന്നല്ല അർത്ഥം, അയാൾ നീന്തുകയാണെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ആക്റ്റീവ് മോഷൻ, നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യണ പ്രവൃത്തി, അതാണ് യസ്ബഹൂന്റെ നിയറസ്റ്റ് മീനിങ്. അപ്പൊ അള്ളാഹു താല പറയുന്നത് സൂര്യനും യസ്ബഹൂനാണ്, ചന്ദ്രൻ യസ്ബഹൂനാണ്, അല്ലെ, ഗ്രഹങ്ങൾ യസ്ബഹൂനാണ്. ഇപ്പൊ ചന്ദ്രന്റെ യസ്ബഹൂനും ഒക്കെ, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്. ഗ്രഹങ്ങളുടെ യസ്ബഹൂനും ഒക്കെ, ഗ്രഹങ്ങൾ അല്ലെ പ്ലാനറ്റിന്റെ ഈ സൂര്യന്റെ ചുറ്റും റവല്യൂഷൻ ഉണ്ട്, നിൽക്കുന്ന നിപ്പിൽ റൊട്ടേഷനും ഉണ്ട്. പക്ഷെ ഈ സൂര്യന്റെ യസ്ബഹൂൻ എന്താണ്? സൂര്യന്റെ യസ്ബഹൂൻ എന്താണ്? കാരണം നമ്മുടെ ജോഹാനസ് കെപ്ലർ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സൂര്യൻ അവിടെ അടങ്ങി നിൽക്കുകയാണ്, സൂര്യന് റൊട്ടേഷനും ഇല്ല റവല്യൂഷനും ഇല്ല. സൂര്യൻ സൗരത്തിന്റെ സെന്റർ ആണ്, സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ ആണ്, അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്, സ്റ്റാറ്റിക് ആയി നിൽക്കുകയാണ്, റൊട്ടേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അള്ളാഹു താല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് സൂര്യനും യസ്ബഹൂനാണെന്ന് 2 സ്ഥലങ്ങളില്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ സയൻസ് നോക്കുക അല്ലെ, 1850-കളില് 1850s ഒരു സയന്റിസ്റ്റ് റിച്ചാർഡ് ക്രിസ്റ്റഫർ കാരിങ്ടൺ എന്നുള്ള സയന്റിസ്റ്റ്, ഇദ്ദേഹം അന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഈ സൂര്യന്റെ ഒരു ഇമേജ് അല്ലെ, സൂര്യൻ നേരിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല, സൂര്യനെ നേരിട്ട് നോക്കിയാൽ കണ്ണടിച്ചു പോകും. അപ്പൊ സൂര്യന്റെ ഒരു ഇമേജ് അദ്ദേഹം ഒരു ചാർട്ടിലോട്ട് കൊണ്ടുവന്നു. എന്നുവെച്ചാൽ അവിടെ നിൽക്കുന്ന സൂര്യനെ നമുക്ക് ലൈവായിട്ട് ഒരു ചാർട്ടിൽ, ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും, അങ്ങനത്തെ ടെക്നോളജി. ആ സ്ക്രീനിൽ അദ്ദേഹം സൂര്യനെ പഠിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. ഈ സൂര്യന്റെ പുറത്ത് കുറെ കറുത്ത പൊട്ടുകളുണ്ട്, കുറെ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, കറുത്ത പൊട്ടുകൾ. അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ കറുത്ത പൊട്ടുകൾ ചെറുതായിട്ട് നീങ്ങുന്നുണ്ട്. അദ്ദേഹം നോക്കുമ്പോണ്ട് 27 ദിവസം എടുത്തിട്ടാണ് ഒരു അറ്റത്തുനിന്ന് ഈ കറുത്ത പൊട്ട് ഇങ്ങനെ കറങ്ങിയെത്തുന്നത്. എന്നുവെച്ചാൽ കറുത്ത പൊട്ട് ആ സൂര്യന്റെ പുറത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പൊ ഈ കറുത്ത പൊട്ടുകൾ ഒരു കറക്കം കംപ്ലീറ്റ് ചെയ്യുന്നത് 27 ദിവസം എടുത്തിട്ടാ, 27. പക്ഷെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ഭൂമി കറങ്ങണ്ടല്ലോ, അപ്പൊ ഭൂമിയുടെ കറക്കവും ആ 27 ദിവസം ഒരു ബന്ധമുണ്ട്. അപ്പൊ ഭൂമിയുടെ കറക്കം കാരണമുള്ള ഒരു എറർ അദ്ദേഹം കറക്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, സൂര്യനെ മാത്രം നോക്കുകയാണെങ്കിൽ സൂര്യന്റെ പുറത്ത് ആ കറുത്ത പൊട്ടുകൾ ഒരു കറക്കം കംപ്ലീറ്റ് ചെയ്യാൻ 25 ദിവസം എടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം റിച്ചാർഡ് ക്രിസ്റ്റഫർ കാരിങ്ടൺ അദ്ദേഹം 1850s പ്രപ്പോസ് ചെയ്തു, സൂര്യനും നിൽക്കുന്ന നിപ്പിൽ കറങ്ങുന്നുണ്ട്. അതാണ് അള്ളാഹു താല പറഞ്ഞത് സൂര്യനും യസ്ബഹൂനാണ്. നോക്കുക, ഈ അടുത്ത കാലത്ത് നമ്മുടെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച സോളാർ സിസ്റ്റത്തിന്റെ മോഡല്, സെന്ററിൽ സൂര്യനാണ്, ചുറ്റും മറ്റു സാധനങ്ങൾ കറങ്ങുന്നുണ്ട്, സൂര്യനും നിൽക്കുന്ന നിപ്പിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉൾപ്പെടെ അള്ളാഹു 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവര് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഖുർആൻ എടുത്ത് മറിച്ച് നോക്കിയിരുന്നെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുമായിരുന്നു. അള്ളാഹു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുല്ലുൻ ഫി ഫലക്കി യസ്ബഹൂൻ എന്നാണ്. കുല്ലുൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ വസ്തുക്കളും ഫി ഫലക്കി യസ്ബഹൂൻ അല്ലെ, അവരുടെ പാതയിൽ യസ്ബഹൂനാണ്. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാ ഓരോ സാധനങ്ങളും അവർക്ക് ഉള്ള പാതയില്, അവർക്കുള്ള വഴിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് അള്ളാഹു നമ്മുടെ ഗ്രഹങ്ങളുടെ ഓർബിറ്റൽ മോഷൻ കാണിക്കുന്നുണ്ട്. ഓർബിറ്റൽ മോഷൻ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. പക്ഷെ കുല്ലുൻ ഫി ഫലക്കി യസ്ബഹൂൻ, എല്ലാ ഓരോ സാധനങ്ങളും അവരുടെ പാതയിൽ യസ്ബഹൂൻ ആണെന്ന് പറഞ്ഞാൽ അതില് നമ്മുടെ സൗരയുധവും പെടും. അപ്പൊ അള്ളാഹു ആ ഒരു കുല്ലുൻ ഫി ഫലക്കി യസ്ബഹൂൻ എന്ന പ്രയോഗത്തിലൂടെ സൗരയുധം നീങ്ങുന്നുണ്ട് എന്നുള്ളൊരു സൂചനയും തരുന്നുണ്ട്. കാരണം എല്ലാ ഓരോ സാധനങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങള്, മറ്റ് നക്ഷത്രങ്ങള്, പിന്നെ നമ്മുടെ സൗരയുധം എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ഈ സൗരയുധം നീങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം? ഇന്ന് നമ്മുടെ മോഡേൺ സയൻസ് പറയുന്നു അല്ലെ, നമ്മുടെ സൂര്യന്റെ ചുറ്റും നമ്മുടെ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ മൂവ് ചെയ്യുന്ന പോലെ, കറങ്ങുന്ന പോലെ നമ്മുടെ ഈ സൗരയുധം ഒന്നടങ്കായിട്ട് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ സെന്റർ, ഗാലക്റ്റിക് സെന്റർ എന്ന് പറയും, ഗാലക്റ്റിക് സെന്ററിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൗരയുധം ഒന്നടങ്കം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൗരയുധം മുഴുവൻ, ഈ സോളാർ സിസ്റ്റം മുഴുവൻ ഗാലക്റ്റിക് സെന്ററിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്പീഡ് സയൻസ് പറയുന്നത് 220 km/s ആണ്. ഒരു സെക്കൻഡിൽ 220 കിലോമീറ്റർ, ഒരു സെക്കൻഡിൽ 220 കിലോമീറ്റർ ആ സ്പീഡിലാണ് കറങ്ങുന്നത്. ഈ കറക്കത്തിന് പുറമെ ഈ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന സാധനം,
കറങ്ങിക്കൊണ്ടിരിക്കെ തന്നെ വേറെ ഒരു നീക്കവും നീങ്ങുന്നുണ്ട്. ഈ സാധനം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം ആ കറക്കത്തോടെ ഒപ്പം തന്നെ വേറൊരു നീക്കം കൂടെ നീങ്ങുന്നുണ്ട്. ഡ്രിഫ്റ്റ് എന്നാണ് പറയാ, ഡ്രിഫ്റ്റ്. ഈ ആ ഡ്രിഫ്റ്റിന്റെ സ്പീഡ് 16 km/s എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 16 കിലോമീറ്റർ. അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാല് ഒരു മേശപ്പുറത്ത് ഒരു 4 പന്തുകൾ ഒന്നിച്ച് വലിയൊരു പന്തിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ കറക്കാണ് ഇവിടെ ഉദ്ദേശിച്ച ഗാലക്റ്റിക് സെന്ററിന്റെ ചുറ്റും നമ്മുടെ സോളാർ സിസ്റ്റം കറങ്ങുന്ന കറക്കം, 220 km/s. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മേശ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേശ നീങ്ങുന്ന അതാണ് ഉദ്ദേശിച്ചത്, അതാണ് ഡ്രിഫ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. 16 km/s സ്പീഡിൽ. മോഡേൺ സയൻസ് പറയുന്നു നമ്മുടെ ഈ സോളാർ സിസ്റ്റം, സൗരയുധം ഇങ്ങനെ ഈ ഡ്രിഫ്റ്റ് ചെയ്യുന്ന എങ്ങോട്ടാണ്? സോളാർ അപ്പെക്സ് എന്നറിയപ്പെടുന്ന ഒരു പോയിന്റിലോട്ടാണ്. സോളാർ അപ്പെക്സ് കാണപ്പെടുന്നത് കോൺസ്റ്റലേഷൻ ഓഫ് ഹെർക്കുലീസ്. ഹെർക്കുലീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നക്ഷത്ര സമൂഹം, കോൺസ്റ്റലേഷൻ. ആ കോൺസ്റ്റലേഷനിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ സൂര്യൻ, നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ ഗാലക്റ്റിക് സെന്റർ, ഇതൊക്കെ ഈ സോളാർ അപ്പെക്സിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പോയിന്റിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ നമ്മുടെ മോഡേൺ സയൻസ് പറയുന്നുണ്ട് സൂര്യന്റെ എനർജി. സൂര്യന് ലൈറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ലൈറ്റ് ഉണ്ടാവുന്നത് അതിൻ്റെ അകത്തൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ്, അഥവാ ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ. നമ്മുടെ ഹിറോഷിമയിലും നാഗസാക്കിയിലും പൊട്ടിയ ബോംബ്, അത് ഹൈഡ്രജൻ ഫിഷൻ ബോംബായിരുന്നു. ഈ ഹൈഡ്രജൻ ഫിഷൻ അതിനേക്കാൾ ശക്തമായ എനർജി റിലീസ് ചെയ്യുന്ന റിയാക്ഷനാണ് ഹൈഡ്രജൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിഷൻ ഒന്നുമല്ല. അപ്പോൾ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തികൾ വരുന്ന ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ, അതും നമുക്ക് ഭാവനയിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര വലിയ തോതിൽ സൂര്യന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ ചൂടും പ്രകാശവും തരുന്നത്. എന്നാൽ സയൻസ് പറയുന്നു ഒരു കാലത്ത് സൂര്യന്റെ ഇന്ധനം അഥവാ ഹൈഡ്രജൻ ഫുള്ളി യൂസ്ഡ് അപ്പ് ആവും. പക്ഷെ ഈ ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ നിൽക്കുന്ന മോഡേൺ സയൻസ് പറയുന്നുണ്ട്, സീസ് ടു എക്സിസ്റ്റ്. അങ്ങനെ സംഭവിച്ചാൽ സൂര്യൻ അങ്ങോട്ട് ഓഫ് ആവും. അപ്പൊ സൂര്യന്റെ കത്തലും എന്നുവെച്ചാൽ ആക്റ്റീവ് ആയിട്ടുള്ള എക്സിസ്റ്റൻസും ടൈം ഡിറ്റർമിൻഡ് ആണ്. ഇത്ര കാലത്തേക്ക്, എത്രയോ കോടി വർഷങ്ങൾ വരെ നമ്മുടെ മോഡേൺ സയൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര കാലം കൂടെ സൂര്യൻ കത്തി നിൽക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാണാം, സൂറത്തു യാസീൻ അധ്യായം 36-38 ആയത്ത്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഇവിടെ അള്ളാഹു പറയുന്നത് സൂര്യൻ ഒരു നിശ്ചിതമാക്കപ്പെട്ട സമയത്തേക്കും നിശ്ചിതമാക്കപ്പെട്ട സ്ഥലത്തേക്കും ഉള്ളതാണ്. മുസ്തഖർ എന്നുള്ള അറബി വാക്കിന് വശംസു തജ്രീലി മുസ്തഖറിൻ ലഹാ, മുസ്തഖർ എന്നുള്ള അറബി വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. അതിന് സമയം എന്നും സ്ഥലം എന്നും പറയാം. എന്നുവെച്ചാൽ നിശ്ചയിക്കപ്പെട്ട ഒരു സമയം, നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലം, 2 മീനിങ് ഉണ്ട്. അപ്പൊ ആ ഒറ്റ വാക്കിലൂടെ, മുസ്തഖർ എന്നുള്ള വാക്കിലൂടെ അള്ളാഹു പറയുന്നത് എന്താ? വശംസു തജ്രീലി മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ ഒരു നിശ്ചിതമായ സമയത്തേക്കും നിശ്ചിതമായ സ്ഥലത്തേക്കും സെറ്റ് ചെയ്യപ്പെട്ടതാണ്. സർവജ്ഞനും പ്രതാപശാലിയുമായ അള്ളാഹുവിന്റെ അഥവാ ദൈവത്തിന്റെ സെറ്റിങ്സ് ആണത്. അള്ളാഹു അവിടെ നിശ്ചിത സമയം ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോഡേൺ സയൻസ് പറഞ്ഞ പോലെ സൂര്യന്റെ അകത്തുള്ള ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ എന്നാണോ നിൽക്കുന്നത് ആ പോയിന്റ് ഓഫ് ടൈമാണ്. അത് കഴിഞ്ഞാൽ സൂര്യനില്ല. അപ്പോൾ ഒരു ഡിറ്റർമിൻഡ് ടൈമിലോട്ടുള്ളതാണ്. അള്ളാഹു നിശ്ചിത സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മോഡേൺ സയൻസ് കണ്ടുപിടിച്ച കോൺസ്റ്റലേഷൻ ഓഫ് ഹെർക്കുലീസിലുള്ള സോളാർ അപ്പെക്സ്. ആലോചിച്ച് നോക്കുക, നമ്മുടെ മോഡേൺ സയൻസ് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് കുത്തിയിരുന്ന് കണ്ടുപിടിച്ച കാര്യം ഒറ്റ വാക്കിലൂടെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അൽ യാസീൻ, സൂറത്തു യാസീൻ അധ്യായം 36-38 ആയത്ത്. ഈ അടുത്ത കാലം വരെ നമ്മുടെ സയന്റിസ്റ്റുകൾ വിചാരിച്ചിരുന്നത് നമ്മുടെ ഇന്റർസ്റ്റെല്ലാർ സ്പേസ് എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുടെ ഇടയിലുള്ള സ്ഥലം. ഈ നക്ഷത്രങ്ങൾക്കിടയിലൊക്കെ ഭയങ്കര ലൈറ്റ് ഇയേഴ്സ്, പ്രകാശ വർഷങ്ങൾ ദൂരമുണ്ട്. അപ്പൊ ഒരുപാട് സ്ഥലമുണ്ട് സ്പേസിൽ.
നമ്മളെ സ്പേസ് എന്ന് പറയാൻ കാരണം തന്നെ എന്താ, അത് വെറുതെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. വാക്യൂം അല്ലെ, വാക്വം ആണെന്നാണ് ഇത്രയും കാലം നമ്മുടെ സയൻസ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മോഡേൺ സയൻസ് പറയുന്നുണ്ട് അത് വാക്വം അല്ല. മെജോറിറ്റി എന്ന് വെച്ചാൽ ഒരു ഭൂരിഭാഗം ഇന്റർസ്റ്റെല്ലാർ സ്പേസിലും പ്ലാസ്മ എന്ന് പറഞ്ഞ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ട് അല്ലെ. ആദ്യം സയൻസിന് 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ അറിയാവുന്നുള്ളൂ: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്നാ പിന്നെ ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത് അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കണ്ടെത്തി. പ്ലാസ്മ, ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ പ്ലാസ്മ അഥവാ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ അത് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്ന് ഒബ്സർവ് ചെയ്തത്, അഥവാ അങ്ങനത്തെ ഒരു സാധനം ഡിറ്റക്ട് ചെയ്തത് വില്യം ക്രൂക്സ് എന്നുള്ള സയന്റിസ്റ്റാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ജെ തോംസൺ എന്നുള്ള പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ് പ്ലാസ്മ എന്നുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ട് എന്നുള്ളതിന് ഒരു ഫിസിക്കൽ പ്രൂഫ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സിലൂടെ. അപ്പൊ ആദ്യം നമ്മുടെ അസ്ട്രോണമേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നത് ഇന്റർസ്റ്റെല്ലാർ സ്പേസ് വാക്വം ആണെന്ന്, ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് വാക്വം അല്ല, അവിടെ ഇപ്പോ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ അഥവാ പ്ലാസ്മ ഉണ്ട് എന്ന് അവർ പറയുന്നത്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ അത് ആറ്റംസ് ആയിട്ട് പോലും അല്ല സാധനങ്ങൾ എക്സിസ്റ്റ് ചെയ്യാൻ, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഈക്വൽ നമ്പറിൽ ഉണ്ടാവുകയാണ് ചെയ്യാം. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ കുറെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോൺസും ഒക്കെ അങ്ങനെ കറങ്ങി നടക്കും. അറ്റോമിക് സ്ട്രക്ചറിൽ പോലും മാറ്റർ എക്സിസ്റ്റ് ഇല്ല, അതിന്റെയും താഴെയുള്ള സ്ട്രക്ചറാണ് പ്ലാസ്മ. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അൽ ഫുർഖാൻ അധ്യായം 25 59 ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയും സൃഷ്ടിച്ചവനാണവൻ. അപ്പൊ അള്ളാഹു അതിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചന നൽകുകയാണ് അല്ലെ. ആകാശം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന എക്സ്പാൻഡിങ് ഒബ്സർവബിൾ യൂണിവേഴ്സ്. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയും അതിലുള്ള സർവ്വചരാചരങ്ങളും ഉദ്ദേശിച്ച്. അവയ്ക്കിടയിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് ഇന്റർസ്റ്റെല്ലാർ സ്പേസ് ആയിരിക്കണം. അപ്പൊ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലും ചില വസ്തുക്കൾ ഉണ്ട് എന്ന്, അത് വാക്വം അല്ല എന്ന് ഇൻഡയറക്ട്ലി അള്ളാഹു സൂചന വരികയാണ്. അത് ഇന്ന് ഡിസ്കവർ ചെയ്ത അല്ലെ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ അഥവാ പ്ലാസ്മ ആയിരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെ, നമ്മുടെ അന്തരീക്ഷത്തിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയാം നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ഭാഗത്തായിട്ട് അഥവാ ഭൂമിയുടെ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഒരു 20-30 കിലോമീറ്റർ ദൂരെ ഉയരത്തിൽ നമുക്കൊരു ഓസോൺ ലെയർ ഉണ്ട്, ഓസോൺ പാളി. ഈ ഓസോൺ ലെയർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 1913 രണ്ട് ശാസ്ത്രജ്ഞന്മാര്, ചാൾസ് ഫാബ്രി ഹെൻറി ബൈസൺ. ഇവർ 1913 ഇങ്ങനെ സ്ട്രാറ്റോസ്ഫിയറിന്റെ ലോവർ മോസ്റ്റ് പോർഷനിൽ ഒരു ഓസോൺ പാളി ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ അതിന്റെ മുമ്പ് മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു, ഓസോൺ പാളി. പക്ഷെ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അൽ അംബിയ അധ്യായം 21-32 വജഅൽന സമാഅ ശഖഫൻ മഹ്ഫൂള. അല്ലെ, ആകാശത്തെ നാം സൂക്ഷിച്ചു നിർത്തപ്പെട്ട ഒരു മേൽക്കുര അഥവാ കനോപ്പി ആക്കിയിരിക്കുന്നു. ആകാശത്തെ നാം സൂക്ഷിച്ചു നിർത്തപ്പെട്ട ഒരു മേൽക്കുര അഥവാ കനോപ്പി ആക്കിയിരിക്കുന്നു. ഈ ആയത്തിലൂടെ അള്ളാഹു ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് മേൽക്കുര, ഒരു കനോപ്പി നമുക്കുണ്ട് അല്ലെ. അള്ളാഹു അവിടെ ഉദ്ദേശിക്കുന്നത് ഓസോൺ പാളിയെ പറ്റിയാണ്. ഓസോൺ പാളി ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല എന്നാണ് നമ്മുടെ മോഡേൺ സയൻസ് പറയുന്നത് അല്ലെ. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസും ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസും നമ്മുടെ ഭൂമിയിലോട്ട് വരാതെ ഷീൽഡ് ചെയ്യുന്നത് നമ്മുടെ ഓസോൺ പാളിയാണ്. ഓസോൺ പാളി ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചത് 1913 അള്ളാഹു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അൽ അംബിയ അധ്യായം 21-32 വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സബ്അ സമാവാത്തിൻ എന്ന് വെച്ചാൽ 7 ആകാശങ്ങളെ ഒന്നിനുമേതെ ഒന്നായി ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ള 7 ലെയേഴ്സ്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് ഉള്ള 7 ലെയേഴ്സ് ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇന്ന് നമ്മുടെ ആസ്ട്രോണമിയിലും ജിയോഗ്രഫിയിലൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ അടുത്ത നൂറ്റാണ്ടിൽ അല്ലെ, കഴിഞ്ഞ 100, 200, 400 വർഷങ്ങളിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ
1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും, ഓ അതിൽ പോയില്ല കാര്യമൊന്നുമില്ല. കാരണം എന്താ, നമുക്കറിയാം അറബികള് അല്ലെ, അറബികള് ഈ അസ്ട്രോണമിയിലൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരുന്നു. അവർക്ക് ഭയങ്കര വിവരമായിരുന്നു ഈ അസ്ട്രോണമിയെ പറ്റി. പക്ഷെ നമ്മുടെ കാര്യം മനസ്സിലാക്കുക, അവര് ശരിക്കല്ല ആലോചിക്കുന്നത്. കാരണം എന്താ അല്ലെ, അറബികള് അസ്ട്രോണമിയിൽ അഡ്വാൻസ്ഡ് ആയത് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ട് 1-2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. അവരെങ്ങനെ അഡ്വാൻസ്ഡ് ആയത്? വിശുദ്ധ ഖുർആൻ നോക്കി പഠിച്ചിട്ടാണ്. വിശുദ്ധ ഖുർആൻ അറബിയിലല്ലേ? വിശുദ്ധ ഖുർആൻ നോക്കി പഠിച്ചിട്ടാണ് അറബികൾ അസ്ട്രോണമിയിൽ അഡ്വാൻസ്ഡ് ആയത്. ബാക്കിയുള്ള സയന്റിഫിക് ഫാക്റ്റുകൾ അടുത്ത സെക്ഷൻസിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഈ സെക്ഷൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.